എന്നാൽ ഇന്നും കുറേ മണ്ടന്മാർ നേരമണ്ണം ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കുക അറിയാതെ ആ കളഞ്ഞതിനെ പറ്റി അത് ചെയ്ത ആളെ പറ്റിയിട്ടൊക്കെ പരാതിമയാണ്. അതവിടെ കട്ടതോ ടീം കുടിൽ കെട്ടിയിട്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ എഡിറ്റിംഗ് ഉപയോഗിക്കേണ്ടത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഇന്ന് കുട്ടിക്കളിയായി മാറിയിരുന്നു. പണ്ട് സ്റ്റുഡിയോയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ സംഗതി ഇന്ന് കുട്ടികളുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇന്നും കുറേ മണ്ടന്മാർ നേരമണ്ണം ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കുക അറിയാതെ അവഹേളിക്കപ്പെടുന്നുണ്ട്. അതിൽ മാധ്യമപ്രവർത്തകരുമുണ്ട്. ഒരു പെൻസിൽ വരയും ഒരു കോൺക്രീറ്റിൽ വിള്ളലും തമ്മിൽ ഇവർക്ക് തിരിച്ചറിയില്ല. മനസ്സിലായോ? അതിന് അവിടെ കയറിയിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ച് കളയേണ്ടി വന്നു. ആ കളഞ്ഞതിനെ പറ്റി അത് ചെയ്ത ആളെ പറ്റിയിട്ടൊക്കെ പരാതിമയാണ്. അതവിടെ കട്ടത്. നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ മാത്രം നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഒരു വീടിൻ്റെ സീലിംഗാണല്ലോ ഈ സംഭവം. ഈ സീലിങ്ങിലേക്ക് ഒന്ന് സൂം ചെയ്തിട്ട് ഏത് തുക്കട ഫോണിലുണ്ടാവും അതിൻ്റെ സൗകര്യം. അതൊരു പെൻസിൽ വരയാണോ അതോ അത് കോൺക്രീറ്റിൻ്റെ വിള്ളലാണോ, തട്ടടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി സിമെൻ്റ് ഇറങ്ങിയതാണോ, വേണ്ട പോലെ മിക്സ് ആവാതിരുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാത്ത മണ്ടന്മാരാണോ ഏതോ ടീം കുടിൽ കെട്ടിയിട്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ ഈ സർക്കാരുണ്ടാക്കി കൊടുക്കുന്ന വീടുകൾക്കൊക്കെ വിള്ളല് താമസിക്കാൻ പറ്റില്ല, അപകടം താമസമായിട്ട് അവരിത് മാറ്റി വെച്ചത്ര. എന്ത് പറഞ്ഞിട്ടാൽ മാറ്റി വെച്ചതെന്നറിയില്ല. അപ്പം ഇത് ഒന്നെങ്കിലും അവർ മണ്ടന്മാർ അല്ല മറ്റുള്ളവരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറട്ടെ ഒരു വിള്ളല്. ഇനിയിപ്പോൾ നാളെ എന്താ പറയുക, മന്ത്രി വിള്ളലടച്ചു, അത് വേറെ വിഷയം. മന്ത്രി ഇവിടെ നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ ഇതുപോലെ മണ്ടത്തരം. ഫോട്ടോഗ്രാഫിയിലെ അല്ലെങ്കിൽ എഡിറ്റിങ്ങിലെ ഏത് കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട അപഹാസ്യരായ ഒരു ടീമുണ്ട്. പേരൊന്നും ചോദിക്കരുത്, പ്രതിവർഷമാണെന്ന് നേരമുള്ളൂ. മിടുക്കന്മാരായ നേതാക്കന്മാരാണ്. കോഴിക്കോട് ജില്ലയിലെ തോന്നുന്നുണ്ട് ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രി. അവിടെ വേറെ ചില വിഷയങ്ങൾക്ക് ചെന്ന ആൾക്കാർ അവിടുത്തെ കുറ്റങ്ങൾ പറയണം, അവിടെ ശരിയല്ല, മോശമാണ് എന്ന് പറയുന്നവരുടെ ഫോട്ടോ എടുത്തു കൊടുത്തു. ഈ ആശുപത്രിയുടെ എല്ലാ സൗകര്യങ്ങളും കാണിച്ചുകൊണ്ട്. അവിടെ എഡിറ്റിംഗ് ഉപയോഗിക്കേണ്ടത്. എഡിറ്റിംഗ് ഉപയോഗിച്ചിട്ട് ആ വീഡിയോ ആ ഫോട്ടോയിൽ ഇവരെ മാത്രം കാണിക്കുക. നമുക്കറിയാം, നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നു, 2 പേര് ഫോട്ടോ എടുക്കുമ്പോൾ വേറെ ആളോട് നിൽക്കുന്നുണ്ട്. ഒന്ന് ചേട്ടാ ഒന്നങ്ങൾ മാറും, ചേട്ടാ മാറിക്കോളുന്നില്ല. അല്ലെങ്കിൽ അവിടെ ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയെ മറച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കാം, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ അത് ബ്ലർ ചെയ്യാം, അല്ലെങ്കിൽ ഇറേസ് ചെയ്യാം. ഒന്നും വേണ്ട, ക്രോപ്പ് ചെയ്തോടെ. ഈ ക്രോപ്പ് ചെയ്യുമ്പോൾ അതിന് പൊയ്ക്കോളില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോവില്ലേ. ഇവിടെ അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചേട്ടനോട് മാറണമെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിൽക്കുന്ന ആളായിരിക്കും, അയാൾക്ക് ആവശ്യമുള്ളതായിരിക്കും. നമ്മുടെ ഫോട്ടോഗ്രാഫി പരമായി ചിന്തിക്കുമ്പോൾ മാത്രമാണ് അത് ആവശ്യമില്ലാത്തൊരു വസ്തുവോ മനുഷ്യനായി മാറുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പ്രതിപക്ഷക്കാർക്ക് സർക്കാർ ആശുപത്രികൾ മോശമാണെന്ന് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ആശുപത്രിയുടെ മഹത്വങ്ങൾ മുഴുവൻ ചിത്രത്തിൽ കാണിക്കാൻ പാടുമോ? ഇനി മടനായ ഫോട്ടോഗ്രാഫർ എടുത്തുവരിക, ഇത് ഫേസ്ബുക്കിലോ പത്രങ്ങൾക്കോ കൊടുക്കുന്നതിന് മുമ്പ് അതിനും സമയത്ത് ഇതൊന്ന് സൂം ചെയ്യേ, എന്തൊക്കെ രീതിയിൽ. ഇതെന്താ വെച്ചാൽ മറ്റവൻ്റെ കയ്യിൽ വടി കൊടുത്ത് ആർക്ക്? സർക്കാരിൻ്റെ അനുകൂലിക്കുന്ന ആൾക്കാർ, CPM അനുകൂലികളായ മാധ്യമപ്രവർത്തകർ, നവമാധ്യമപ്രവർത്തകർ ഇതിലെടുത്തിട്ട് ചോദ്യം ചെയ്തു. കണ്ടോ, ഈ കുറ്റം പറയുന്ന സമയത്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും കാണാനുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാ കുട്ടികൾക്കും അറിയുന്നൊരു കാര്യമാണ്. പലപ്പോഴും കാണാൻ AI വെച്ചിട്ട് ചില പല പദ്ധതികളും കാണിക്കുന്നുണ്ട്. കുട്ടിച്ചേർക്കൽ ഉണ്ണികൃഷ്ണൻ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടേക്ക് ഒരുമിച്ച് നിന്ന് കെട്ടിപ്പിടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, അമ്മായിരിക്കും കാട്ടിക്കൂട്ടിയിട്ട്. ഇതൊക്കെ അപ്പപ്പോൾ പൊളികളുണ്ട്. എന്തായാലും ഇത്തിരി ഫോട്ടോഗ്രാഫി ഇനിയെങ്കിലും പ്രതിപക്ഷക്കാർ അടുത്ത ടൈമിലും പ്രതിപക്ഷത്തേക്ക് ആണെങ്കിൽ അങ്ങനെ ഒരു മിക്കവാറും